അസ്സലാമലൈക്കും. ഷൈനാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയ മിനി വ്ലോഗാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പം കാണിച്ചു തരാം. ഞാൻ പുറത്തിറങ്ങുമ്പോഴത്തേക്കും കുറച്ച് ആൾക്കാർ എന്നെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുന്നുണ്ടാവും. ഇതേ കണ്ടില്ലേ, കുറച്ച് ആൾക്കാരിവിടെ നിൽപ്പുണ്ട്. ഈ സാധനം ഉണ്ടല്ലോ, ഈ പൂവൻ കോഴി ആളിനെ കണ്ട അപ്പോൾ ചാടി കൊത്തും. അപ്പോൾ ഇവനെ പേടിച്ചിട്ട് പുറത്തിറങ്ങണമെങ്കിൽ ഒരു വടി കൈ കരുതണം. അപ്പോൾ ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്, അതായത് ചോറൊക്കെ വയ്ക്കുന്നത് വിറകടുപ്പിലാണ്. അപ്പോൾ ഞാൻ ആട്ടിനുള്ള ഫുഡ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ പുണ്ണാക്കും ചോറും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ കൊടുക്കുന്നത്. കോഴിക്കും ഞാൻ ചോറും തവിടും തീറ്റയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഇത് ഞങ്ങളുടെ ചോറാണ് അടുപ്പിൽ കിടന്ന് വേകുന്നത്. ഇവിടെ നിൽക്കുകയാണെങ്കിലും പേടിച്ചാണ് നിൽക്കുന്നത്. കാരണം മറ്റേ ആളെപ്പോഴാണ് പുറകെ കൂടെ വന്ന് കൊത്തുന്നതെന്നറിയില്ല. സാധാരണ ഇങ്ങനെ തുറന്ന് വിടാൻ പറ്റില്ല. ഇന്നെന്തോ അബദ്ധവശാൽ കൂട്ടിയിൽ നിന്ന് ചാടിയതാണ് ആൾ. തീയൊക്കെ നീക്കി വെച്ചിട്ട് ഇനി കുറച്ച് കപ്പ കിട്ടിയിട്ടുണ്ട്. കപ്പ കൂട്ടാത്തിന് വേണ്ടി അരിയണം. പിന്നെ ഇന്ന് ചൂര മീനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം മീൻ വെട്ടണം. എനിക്ക് കൂടുതലും പുറത്തിരുന്ന് ജോലി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മൾ ആടും പിന്നെ കോഴികളും അവരൊക്കെയായിട്ട് സംസാരിച്ചൊക്കെ ഇരിക്കാമല്ലോ. കാരണം രാവിലെ മക്കൾ മോള് സ്കൂളിൽ പോകും, മോൻ കോളേജിൽ പോകും, മിക്ക ഡ്യൂട്ടിക്ക് പോകും. പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പം ഞാൻ ഇവരോടൊക്കെ കാര്യം പറഞ്ഞ് വീട്ടിലെ ജോലിയൊക്കെ ചെയ്ത് അങ്ങനെ ഇരിക്കുമ്പം നേരങ്ങൾ പോവും. പിന്നെ മോളുള്ളപ്പോഴാണ് വീഡിയോ പിടിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ആടുകുട്ടികൾ. ഇത് തള്ളാട്, ഇതൊരു മോനാട്, പിന്നെ ഇനി ഒരു മോളാണിത്. ഇങ്ങനെ എനിക്ക് 3 ആടുകളുണ്ട്, കുറച്ച് കോഴികളുണ്ട്. അപ്പോൾ അവരുടെ കൂടെയൊക്കെ ഇങ്ങനെ സമയം പോവും. ഇവന് നല്ല ഇടിയാണ് കേട്ടോ. അവസരം കിട്ടണമെങ്കിൽ മട്ടനാട് നല്ല ഇടി തരും. കോഴിയുടെ ഫുഡും കൊണ്ടുവരുമ്പോൾ എൻ്റെ പാത്രത്തിൽ കയറിയിരുന്നാണ് കഴിക്കുന്നത്. അത്ര നല്ല കൂട്ടാണ്. പക്ഷെ ഒരു പൂവൻ മാത്രം ആളിത്തിരി പെശകാണ്. നല്ല ഇടി തരും. അപ്പോൾ ചൂര മീൻ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ വെട്ടണം. അപ്പോൾ നമുക്കടുത്ത് മീൻ വെട്ടാം. നല്ല ഫ്രഷ് മീനാണ്. പുറത്ത് നമ്മുടെ കോഴികൾ മീൻ വെട്ടുന്നത് കണ്ടുകൊണ്ട് ഭയങ്കര ബഹളമാണ്. മീൻ പെട്ടെന്ന് വെട്ടിയെടുക്കുക. അടുത്ത് മീനിൻ്റെ വെള്ളം നമ്മുടെ കറിവേപ്പിൻ്റെ മൂട്ടിൽ വീഴ്ത്തിയാൽ നല്ല വളമാണെന്ന് പറയും. അങ്ങനെ കറിവേപ്പിൻ്റെ മൂട്ടിൽ കൊണ്ട് മീനിൻ്റെ രക്തവെള്ളം വീഴ്ത്തിയിട്ട് കുറച്ച് കറിവേപ്പ് പൊടിച്ച് കുറച്ച് പുളിഞ്ചിക്കായ് പറിച്ച് മീനിലിടാൻ വേണ്ടി കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. മീൻ പൊരിക്കാൻ വേണ്ടി പുരട്ടി